ഹായ് സ്റ്റുഡൻസ്, റോഷ്നീസ് ലേണിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇക്കായി ഏക്കിൽ നമുക്കുള്ളത് 4 പാഠങ്ങളാണ്. ബീർബഹൂട്ടി, ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ, ടൂട്ടാ പഹിയ, ബണ്ടി. ഇതിൽ ഞാൻ 4 പാഠവും എടുത്തു കഴിഞ്ഞു. ഈ 4 പാഠത്തിൻ്റെയും മലയാള ആശയവും എടുത്തു കഴിഞ്ഞു. ബീർബഹൂട്ടിയുടെയും ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ എന്നതിൻ്റെ ചോദ്യോത്തരങ്ങളും അർത്ഥങ്ങളും തന്നു. അതിനുശേഷം പരീക്ഷയ്ക്കൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എന്ന നിലയിൽ വീണ്ടും തന്നു കഴിഞ്ഞു. ഇന്ന് ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിതയുടെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളും കുറച്ച് പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ടൂട്ടാ പഹിയ എഴുതിയിരിക്കുന്നത് ധർമ്മവീർ ഭാരതിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് ഈ കവിതയുടെ പ്രവർത്തനങ്ങളിലുള്ളത് എന്ന് നോക്കാം. സംബന്ധ് പെഹ്ചാനെ ഔർ മിലാൻ കരെ. ഇവിടെ തന്നിരിക്കുന്ന ബോക്സുകളിൽ തന്നിരിക്കുന്ന വാക്യങ്ങളെ വായിച്ചു നോക്കുക. എന്നിട്ട് അത് എത്രത്തോളം ശരിയെന്ന് ചേരുംപടി ചേർക്കുകയാണ് വേണ്ടത്. ടൂട്ടാ പഹിയ, ചക്രവ്യൂഹ്, അഭിമന്യു, ബ്രഹ്മാസ്ത്ര, സമസ്യായെ, അധർമ്മ കാ വിരോധി, മഹാശക്തി, ലഘുമാനവ്. അപ്പോൾ ഈ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന പൊട്ടിയ ചക്രം എന്തിനെയാണ് സൂചിപ്പിക്കുക? പൊട്ടിയ ചക്രം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? നിരായുധനായ അല്ലെങ്കിൽ ദുർബലനായ ഒരു മനുഷ്യനെ. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് ചേർക്കാം? ലഘുമാനവ്. ചക്രവ്യൂഹം. ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിക്ക് സന്തോഷമായിരിക്കുമോ? അല്ലല്ലോ. ഒരുപാട് വിഷമങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം സമസ്യായെ. അഭിമന്യു. അഭിമന്യു എങ്ങനെയുള്ള ആളായിരുന്നു? നമ്മുടെ പാഠഭാഗത്ത് വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. അഭിമന്യു അധർമ്മക്കാ വിരോധിയാണ്. അധർമ്മത്തെ ചെറുത്തു നിർത്തുന്നവൻ. എവിടെയാണോ തിന്മയുള്ളത് അതിനെ ചെറുത്ത് നന്മയിലേക്ക് വഴികാട്ടുന്ന ഒരു നല്ലവനാണ്. അടുത്തത് ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം മഹാശക്തി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. യഹം മേ കാ പ്രയോഗ് കിസ് കേ ലിയേ കിയാ ഗയാ ഹേ. ഇവിടെ മേ അഥവാ ഞാൻ എന്നതിൻ്റെ അർത്ഥം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ ഞാൻ ആരാണ്? ഉപേക്ഷിത് മാനവിയ, ലഘുമാനവ്. ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യൻ, നിസ്സഹായനായ മനുഷ്യൻ അഥവാ ലഘുമാനവ്, നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിസ്സഹായനായ വ്യക്തി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ മേ എന്ന പ്രയോഗം തന്നിരിക്കുന്നത് എന്തിനെയാണ്? ഉപേക്ഷിത് മാനവിയ, ലഘുമാനവ്. ഇനി രണ്ടാമത്തത്, അഭിമന്യു കിസ്കാ പ്രതീക് ഹേ. അഭിമന്യു എന്തിൻ്റെ പ്രതീകമാണ്? നിങ്ങൾക്ക് ഉത്തരം വേഗം പറയാൻ കഴിയും. അധർമ്മ കാ വിരോധി. അഭിമന്യു എന്തിൻ്റെ പ്രതീകമാണ്? അധർമ്മ കാ വിരോധി. അഭിമന്യു കോ ക്യോം ദുസ്സാഹസി കഹാ ഗയാ ഹേ. അഭിമന്യുവിനെ എന്തുകൊണ്ടാണ് ദുസ്സാഹസി എന്ന് പറയപ്പെട്ടത്? അഭിമന്യു സമസ്യാക്കോ അച്ഛി തരഹ് ന സമജ്കർ സാഹസി ബൻ പാത്താ ഹെ. അഭിമന്യു എന്താണ്? തൻ്റെ മുന്നിലുള്ള വലിയ വിഷമം പിടിച്ച സമസ്യകളെ ഒന്നും തരണം ചെയ്യാതെ അല്ലെങ്കിൽ വകവെക്കാതെ മുന്നോട്ട് പായുന്ന ഒരു സാഹസിയാണ്. ലഘു മാനവിയ ദുസ്സാഹസ് ക്യാ ഹോ സക്താ ഹെ. ഈ നിരായുധനായ ഒരു മനുഷ്യന് ഈ ദുസ്സാഹസം സാധ്യമോ? ലഘു മാനവ് ഭവിഷ്യ के बारे में न समझकर अधर्म का विरोध करते हैं. ഈ ലഘു മാനവ് എന്ത് ചെയ്യുന്നു? വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഭവിഷ്യത്ത് മുന്നിൽ വരുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കാതെ അധർമ്മ വിരോധ കർത്തേ ഹെ, തെറ്റും ശരിയും നോക്കാതെ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുകയാണ് ചെയ്യുന്നത്. വർത്തമാന പ്രസംഗമേ മഹാരഥി കിസ്കാ പ്രതീക് ഹോ സക്താ ഹെ. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ മഹാരഥി എന്തിൻ്റെ പ്രതീകമാണ്? അസത്യ അധർമ്മ കാ പ്രതീക് ഹെ.
അസത്യത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. അക്കേലി നിഹത്തി ആവാസ് കിസ്കി ഹേ, ഒറ്റയ്ക്കായിപ്പോയ, യുദ്ധക്കളത്തിൽ ഒറ്റയ്ക്കായിപ്പോയ, തൻ്റെ കയ്യിൽ ആയുധമോ അംഗബലമോ ഒന്നുമില്ലാതെ ഒരുപാട് പടയാളികളിടയിൽ ഒറ്റപ്പെട്ടുപോയ ഒരാളുടെ ശബ്ദം ആരുടേതാണ്? ലഘുമാനവ്, സഹായിക്കാൻ ആരുമില്ലാത്ത, അല്ലെങ്കിൽ എന്തു പറയാം നമുക്കിവിടെ, ആയുധം കയ്യിലില്ലാത്ത, ഉപേക്ഷിത മാനവ്, യാ ലഘുമാനവ് എന്ന് നമ്മൾ ആദ്യം പഠിച്ചില്ലേ? ആ ലഘുമാനവാണത്. ആരെ സൂചിപ്പിക്കുന്നു? ആരുടെ ശബ്ദമാണ്? ലഘുമാനവിൻ്റെ ശബ്ദമാണ്. കുയൽ ദേനെ കാ മത്ലബ് ക്യാ ഹേ? അസഹായ കോ സർവനാശ് കർണ. കുയൽ എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സർവനാശം വിതയ്ക്കുക എന്നതാണ്. ലോഹാലേന സേ ആപ്നെ ക്യാ സംജ? ലോഹാലേന എന്ന് പറയുന്നതിൽ നിന്നും നാം മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ലഡായി കർണ, യുദ്ധം ചെയ്യുക, കലപില കൂട്ടുക, യുദ്ധം ചെയ്യുക, അടിപിടി ഉണ്ടാക്കുക. ഇവിടെ അടിപിടിയല്ലല്ലോ, യുദ്ധമല്ലേ, മഹാഭാരത യുദ്ധമല്ലേ നടക്കുന്നത്. അപ്പോൾ യുദ്ധം നടത്തുക, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള ചോദ്യോത്തരങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഒന്നാമത്തത്, യഹാം മേ കാ പ്രയോഗ് കിസ്കേ ലിയേ കിയാ ഗയാ ഹേ. ഇവിടെ മേ എന്നതിൻ്റെ പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉപേക്ഷിത മാനവിയ, ലഘുമാനവ്. അഭിമന്യു കിസ്കാ പ്രതീക് ഹേ? അഭിമന്യു അധർമ്മ കാ വിരോധി ഹേ. अभिमन्यु को क्यों दुस्साहसी कहा गया है? अभिमन्यु समस्या को अच्छी तरह न समझकर साहसी बन जाता है. लघु मानव का दुस्साहस क्या हो सकता है? लघु मानव भविष्य के बारे में न समझकर अधर्म का विरोध करते हैं. वर्तमान प्रसंग में महारथी किसका प्रतीक हो सकता है? वर्तमान प्रसंग में महारथी किसका प्रतीक हो सकता है? असत्य या अधर्म का प्रतीक है. अकेली निहत्ती आवाज किसकी है? ലഘു മാനവ് ഹേ, ദുർബലനായ മനുഷ്യൻ്റെ ശബ്ദം എന്നാണ് അവിടെ പറയുന്നത്. കുയൽ ദേനേക്കാ മത്ലബ് ക്യാ ഹേ? അസഹായികോ സർവനാശ് കർണ. ലോഹാലേന സെ ആപ്നെ ക്യാ സംജ? ലോഹാലേന എന്നതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? ലഡായി കർണ. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुयल देना चाहे. എന്താണ് ഈ വരിയിൽ നിന്നും അർത്ഥമാക്കുന്നത്? നമുക്ക് ഈ കവിതയെ ഒരു ടിപ്പണിയാക്കി എഴുതി ഇതിൻ്റെ ആശയത്തെ ഒന്ന് വ്യക്തമാക്കിയാലോ? धर्मवीर भारती आधुनिक हिंदी साहित्य के प्रमुख लेखक, कवि, नाटककार और सामाजिक विचारक थे. ധർമ്മവീർ ഭാരതി ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനും നാടകകാരനും കവിയും ഒക്കെയാണ്, വിമർശകനും ഒക്കെയാണ്. ഉൻക ജന്മ, അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? 25 ഡിസംബർ 1926 എവിടെയായിരുന്നു ജനനം? ഇലാഹാബാദിലാണ് ജനിച്ചത്. मुर्दों का गाँव, स्वर्ग और पृथ्वी, याद और टूटे हुए लोग, कहानी प्रसंग, ठंडा लोहा, कनुप्रिय काव्य, गुनाहों का देवता, सूरज का सातवां घोड़ा എന്ന ഉപന്യാസം, अंधायुग आदि उनकी प्रमुख कृतियां है. എന്തൊക്കെയാണ് ധർമ്മവീർ ഭാരതിയുടെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത്? മുർദേ കാ ഗാവ്, സ്വർഗ് और पृथ्वी, याद और टूटे हुए लोग, ठंडा लोहा, कनुप्रिय, गुनाहों का देवता, सूरज का सातवां घोड़ा, अंधायुग. ഇത്രയൊക്കെയാണ്
ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഉൾപ്പെടുന്നത്. उनको पद्मश्री संगीत नाटक अकादमी, भारती व्यास सम्मान आदि പുരസ്കാർ മിലേ ഹേ. ധാരാളം സമ്മാനങ്ങൾ, അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്, സംഗീത നാടക അക്കാദമിയുണ്ട്, ഭാരതീയ അവാർഡുണ്ട്, വ്യാസ സമ്മാൻ പുരസ്കാർ, ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 4 അതായത് സെപ്റ്റംബർ 4-ാം തീയതി 1997 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. എന്താണ് അദ്ദേഹം ഈ കവിതയിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ചില അത്യാചാരങ്ങളെ മുൻകൂട്ടി കണ്ട് പറയുന്നത് പോലെയാണ് നമുക്ക് ഈ കവിതയിലൂടെ നമുക്ക് പലതും മനസ്സിലാക്കി തന്നിട്ട് അദ്ദേഹം പോയത്. എന്താണത്? अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी कर्ण, द्रोण, भीष्म आदि निशस्त्र अभिमन्यु को अपने महाशक्ति से सर्वनाश करना चाहते थे. തങ്ങളുടെ ഭാഗം തെറ്റാണ്, ന്യായമില്ല എന്നറിഞ്ഞിട്ട് കൂടി തന്നെ വലിയ വലിയ മഹാരഥന്മാരായ കർണനും ദ്രോണനും ഭീഷ്മനും കയ്യിൽ നിശസ്ത്ര ആയുധമില്ലാതെ നിൽക്കുന്ന അഭിമന്യുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. പൂർണ്ണമായും പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആജ് കെ സമാജ് മേ ബി ഇൻ ജൈസേ ലോഗോं का काम चलते हैं. ഇന്നത്തെ കാലഘട്ടത്തിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ദുർബലൻ എന്നും ദുർബലനാണ്. हमारे समाज अधर्म की और जाए तो सत्य का पक्ष टूटे हुए पहिए का सहारा लेता है. നമ്മുടെ സമൂഹത്തിൽ അധർമ്മത്തിനെതിരെ തല ഉയർത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരിടത്ത് തെറ്റ് കണ്ടിട്ട് തല ഉയർത്തി പിടിച്ചു പറയുന്നവന് എന്നും പരാജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ തെറ്റിൻ്റെ പക്ഷത്തുകൂടെ പോയിട്ട് സമ്പാദിക്കുന്നവനും സമ്പന്നനാകുന്നവനും മാത്രമേ ഇന്നത്തെ ഈ സമൂഹത്തിൽ വിജയം കൈവരിച്ചിട്ടുമുള്ളൂ. അവർക്കേ വിജയമുള്ളൂ. ടൂട്ടാ പഹിയ ഉപേക്ഷിത മാനവിക പ്രതീക് ഹേ. ടൂട്ടാ പഹിയ എന്ന് പറയുന്നത് ദുർബലനായ മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ്. യഹ് സാർത്ഥക് ഹേ. തുച്ഛസി ലഗ്നെ വാലി വസ്തു കി സാധന ദേനെ മേ സമർത്ഥ് ഹോ സക്തി ഹേ. ഇവിടെ ഒന്നിനും പ്രസക്തിയില്ല. നഷ്ടപ്പെടുന്നവന് എന്നും നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നേടുന്നവനോ നേട്ടങ്ങൾ കൊയ്യാനും. അങ്ങനെ തന്നെയാണ് അന്നും സംഭവിച്ചിരുന്നത്, ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനിയുള്ള കാലത്ത് സംഭവിക്കാനിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. यहाँ कवि ने महाभारत के अभिमन्यु की कहानी को प्रतीकात्मक बनाकर वर्तमान युग की जटिलता का चित्रण किया है. വളരെ ശരിയാണ് കവി പറഞ്ഞിരിക്കുന്നതും എന്താണ്? മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യുവിൻ്റെ അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചിട്ട് മുൻപോട്ടുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് വരിക എന്ന് നമ്മളിലെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് കാലം എത്രയായി? ആ കാലം പിന്നിട്ട് ഈ കാലം വരെ എത്തി നിൽക്കുമ്പോഴും ഈ കാലഘട്ടത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അന്നും ഇന്നും എന്നും ഇത് തന്നെയായിരിക്കും ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ. അത് മനസ്സിലാക്കുക. ഇവിടെ സത്യത്തിന് വിലയില്ല, അസത്യത്തിന് വില കൽപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ 4 വരിയിൽ നിന്നും കവി നമ്മെ മനസ്സിലാക്കി തരുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഗതിവിധി സൂചന. ടൂട്ടാ പഹിയ കവിത കയ്യ और അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയെ. ടൂട്ടാ പഹിയ എന്ന് പറയുന്ന ഈ കവിതയുടെ ഭാഗം വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवास को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ
എന്താണ് ടൂട്ടാപഹ്യ എന്ന് പറയുന്ന ഈ ഭാഗത്ത് അപ്പനെ പക്ഷ തൻ്റെ ഭാഗത്ത് തെറ്റാണ്, അസത്യമാണ് എന്ന് അറിഞ്ഞിട്ട് കൂടിയും വലിയ വലിയ മഹാരഥന്മാർ കയ്യിൽ ആയുധമില്ലാതെ നിൽക്കുന്ന നിസ്സാഹസിയായ ഒരു ബ്രഹ്മാസ്ത്ര വ്യക്തിയെ, അതായത് അഭിമന്യുവിനെ ആക്രമിക്കുമ്പോൾ രക്ഷ നേടാനായി അദ്ദേഹം ഉപയോഗിച്ചത് തൻ്റെ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ആ പൊട്ടിയ ചക്രം അദ്ദേഹത്തിന് ആ സമയത്ത് ഒരാശ്രയമായി മാറിയിരിക്കുകയാണ്. സക്താഹും ക്രിയാക സംബന്ധ് കിസ്സേ ഹെ. ഇവിടെ സക്താഹും എന്ന ക്രിയയുടെ സംബന്ധമായി വരുന്നത് എന്താണ്? രഥ് മഹാസ്ത്ര മേ. ഇവിടെ ഉത്തരം മേ ആണ്. അവസാനം മേ വരുമ്പോൾ എപ്പോഴും ഹും വരും. ഹും എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ഉത്തരം എപ്പോഴും മേ ആയിരിക്കും. सामना करना का अर्थ में कविता में प्रयुक्त मुहावरा कौन सा है? സാമന കർണ, നമ്മൾ എന്താ പറയുക അതിന്? സാമന കർണ എന്ന് പറയുമ്പോൾ ആ കവിതയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന മുഹാവര എന്താണ്? നമ്മളെ നേരിടുക, അതിജീവിക്കുക എന്ന് പറയുന്നതിന് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വ്യക്തമാക്കുന്നത് ലോഹാലേന എന്നാണ്. മുഹാവര സാമന കർണ എന്നതിനെ സൂചിപ്പിക്കുന്നത് ലോഹാലേന. कवि ने पौराणिक प्रसंग द्वारा वर्तमान समय की चर्चा की है, इस पर अपना मत लिखे. കവി എന്താണ്? പൗരാണിക കാര്യത്തെ ഇന്നത്തെ കാലത്തോട് താരതമ്യം ചെയ്താണ് കവി ഉപമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ എന്താണ്, എങ്ങനെ വിലയിരുത്താം? നിങ്ങളുടെ അഭിപ്രായം സ്വന്തം വാക്യത്തിൽ എഴുതൂ. बड़े बड़े व्यक्ति महान योद्धा जानते हैं कि वह जिस और लड़ रहे हैं वह अन्यायी है. വലിയ വലിയ വ്യക്തികൾക്കും മഹാരഥന്മാർക്കും ഒക്കെ അറിയാം എന്താണ്, അവർ ചെയ്തു കൂട്ടിയത് മുഴുവൻ അന്യായമാണെന്ന്. वे अन्यायी शासक वर्ग अपनी शक्ति और अधिकार रूपी ब्रह्मास्त्र से निरायुध व्यक्ति को कुयल देना चाहते हैं. ആ ശാസക വർഗ്, ആ ഭരണാധികാരികൾ അവരുടെ ശക്തിയും അധികാരവും ഉപയോഗിച്ച് തൻ്റെ കൺമുമ്പിൽ നിരായുധനായിരിക്കുന്ന ഒരു വ്യക്തിയോട് പടപൊരുതുകയാണുണ്ടായത്. കുയൽ ദേന നമ്മൾ പഠിച്ചു, ലഡായി ദേന. ऐसी अवसर पर मैं रथ का टूटा हुआ पहिया मानव मूल्य बनकर निरायुध के हाथ में आ जाता हूँ. ആ സമയത്താണ് ഞാൻ എൻ്റെ കയ്യിലുള്ള പൊട്ടിയ ചക്രം, എൻ്റെ കയ്യിലുള്ള രഥത്തിൻ്റെ പൊട്ടിയ ചക്രത്തെ ആയുധമാക്കിയെടുത്ത് തൻ്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി അവരെ അഭിമന്യു എന്തു ചെയ്തു? ബ്രഹ്മാസ്ത്രോം സേ ലോഹാലേ സക്താഹും. തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന ബ്രഹ്മാസ്ത്രങ്ങളെ തടയുവാൻ അഭിമന്യുവിന് രക്ഷയ്ക്കായി ആ സമയത്തെത്തിയത് അഭിമന്യുവിൻ്റെ പൊട്ടിയ രഥത്തിൻ്റെ ചക്രം മാത്രമാണ്. वहाँ महारथी शोषक वर्ग और ब्रह्मास्त्र शासक वर्ग के द्वारा शक्ति और अधिकार का दुरुपयोग का प्रतीक है. ഇവിടെ മഹാരഥി എന്നത് ശോഷകവർഗവും ബ്രഹ്മാസ്ത്ര എന്നത് ശാസകവർഗവുമാണ്. ഒരിടത്ത് ദുർബലമാണെങ്കിൽ മറ്റൊരിടത്ത് പ്രകടമാണ്, ഗംഭീരമാണ്. അവിടെ ഭരണവർഗമാണുള്ളത്. ഒരിടത്ത് അധികാരികളും മറ്റൊരിടത്ത് സാധാരണക്കാരുമാണുള്ളത്. അവർ അവരുടെ ശക്തിയും അധികാരവും ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. इस कविता में महाभारत के अभिमन्यु की कहानी को प्रतीकात्मक बनाकर वर्तमान युग की जटिलता का चित्रण किया है. ഈ കവിതയിൽ മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യുവിനെ നമ്മുടെ മുൻപിൽ ഒരു പ്രതീകമായി നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി, അല്ലെങ്കിൽ ഒരു അടയാളമായി നിർത്തിയിട്ട് ഈ വർത്തമാന യുഗത്തിൽ നടക്കുന്ന ഈ ചൂഷൻ വർഗ്, ശാസക വർഗ്, അധികാരികൾ നടത്തുന്ന ഈ ഒരു
കുടിലതയെ നമ്മുടെ മുൻപിൽ കവി വളരെ ഭംഗിയായി ചിത്രീകരിച്ച് തന്നിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കേലി നിഹത്തി ആവാസ് കിസ്കി ഹെ. ഒറ്റയ്ക്കായിപ്പോയ ഒരു നിരായുധൻ്റെ ശബ്ദം എങ്ങനെയായിരിക്കും? നിരായുധ് വ്യക്തി കി ഹെ ജിസ്കെ ലിയെ സംസാർ മേ കോയി ബഡാ സ്ഥാൻ യാ ധൻ നഹി. ഒറ്റയ്ക്കായി യുദ്ധക്കളത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, അല്ല എങ്കിൽ എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെട്ടു പോകേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയെ എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നുമില്ല. നിരായുധ വ്യക്തി കിഹെ, നിരായുധനായ ഒരു വ്യക്തിയാണ്. ജിസ്കേലിയെ, അവന് ഈ ലോകം മുഴുവൻ എന്താണ്? കോയി ബഡാ സ്ഥാൻ യാ ധൻ നഹി, അവൻ എന്തുണ്ടായിട്ട് എന്താ, ഒന്നുമില്ല എന്ന് പറയില്ലേ നമ്മൾ, ആ ഒരവസ്ഥയിലാണ് അഭിമന്യു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിനെ ഒരു തവണ കൂടെ വായിച്ചു തരാം. അത് കുറച്ച് വലിപ്പമുള്ള ഉത്തരമാണ്. അപ്പോൾ 4 വായിച്ചു തരാം, അതാ നല്ലത്. സക്താഹും ക്രിയാക്ക സംബന്ധ് കിസ്സേ ഹെ, അവിടെ ആൻസർ മേ ആണ് വരുന്നത്. സാമിന കർണ എന്നതിൻ്റെ കവിതയിൽ അർത്ഥമാക്കുന്നത് ലോഹാലേന എന്നാണ്. കവിനെ പൗരാണിക പ്രസംഗ ദ്വാരാ വർത്തമാന സമയ की चर्चा की है, इस पर अपना मत लिखे. കവി പൗരാണിക കാലഘട്ടത്തെ ഈ വർത്തമാന കാലഘട്ടവുമായി താരതമ്യം ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ബഡേ ബഡേ വ്യക്തി മഹാൻ യോദ്ധ ജാനത്തെ ഹൈ कि वह जिस और से लड़ रहे हैं वह अन्यायी है. वे अन्यायी शासक वर्ग अपनी शक्ति और अधिकार रूपी ब्रह्मास्त्र से निरायुध व्यक्ति को कुयल देना चाहते हैं. ऐसी अवसर पर मैं रथ का टूटा हुआ पहिया मानव मूल्य बनकर निरायुध के हाथ में आ जाता हूँ और ब्रह्मास्त्रों से लोहा ले सकता हूँ. यह महारथी शोषक वर्ग का और ब्रह्मास्त्र शासक वर्ग के द्वारा शक्ति और अधिकार का दुरुपयोग का प्रतीक है. इस कविता में महाभारत के अभिमन्यु की कहानी को प्रतीकात्मक बनाकर वर्तमान युग की जटिलता का चित्रण किया है. അടുത്ത ക്വസ്റ്റ്യൻ, अकेली निहत्ती आवास किसकी है? निरायुध व्यक्ति की, जिसके लिए संसार में कोई बड़ा स्थान या धन नहीं. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി വെക്കണം. ഇതൊക്കെ എഴുതി വെക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ പരീക്ഷയിൽ നിങ്ങൾക്ക് A+ നേടാനാവുകയുള്ളൂ. ടൂട്ടെ पहिए को क्यों फेंकना नहीं चाहिए? പൊട്ടിയ ചക്രം വലിച്ചെറിയരുത്. എന്തുകൊണ്ടാണ് പൊട്ടിയ ചക്രം വലിച്ചെറിയരുത് എന്ന് പറയുന്നത്? जिस चीज़ को हम फालतू समझकर फेंक देते हैं उसका कभी उपयोग करने का मौका आ सकता है. इसलिए कहा है कि टूटा पहिए को फेंकना नहीं चाहिए. പൊട്ടിയ ചക്രത്തെ വലിച്ചെറിയരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നിസ്സാരമായി കാണുന്ന ഏതൊരു വസ്തുവും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്കതിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലുണ്ടായിരിക്കുക. അതുകൊണ്ട് നാം ഒരു വസ്തുവിനെയും നിസ്സാരമായി കാണരുത്, നമ്മളൊന്നും വലിച്ചെറിയരുത്. टूटा पहिया कविता में कवि ने किस शक्ति की और संकेत किया है? പൊട്ടിയ ചക്രം എന്ന കവിതയിൽ കവി ഏത് ശക്തിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്? टूटे पहिए के माध्यम से कवि ने उपेक्षित और लघु मानव की शक्ति का संकेत किया है. ഇവിടെ കവി സൂചിപ്പിച്ചിരിക്കുന്നത് ദുർബലനായ ഒരു മനുഷ്യനെ, നിരായുധനായ ഒരു മനുഷ്യനെ പറ്റിയാണ് കവി സൂചിപ്പിച്ചിരിക്കുന്നത്. ടൂട്ടെ पहिए से കവി क्या आशा करता है? പൊട്ടിയ ചക്രത്തിൽ നിന്നും കവി പ്രതീക്ഷിക്കുന്നത് എന്ത്?
आजकल समाज में असत्य और अन्याय का ബോലാബാൽ ഹേ. ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ അസത്യത്തിൻ്റെയും അന്യായത്തിൻ്റെയും വെടിവലി നടക്കുന്ന കാലമാണ്. इन असत्यों और अन्यायों के खिलाफ अगर कोई लड़ेगा तो कोई टूटा पहिया यानी लघु मानव की और सहारा बने. യഹി കവി കാ ആശാ ഹെ. ഇവിടെ അസത്യത്തിൻ്റെയും അന്യായത്തിൻ്റെയും മുദ്രാവാക്യം മുഴക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരാണോ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത്, ആരാണോ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്, അവർ ഒരു ദുർബലനായ ഒരു മനുഷ്യനായിരിക്കും. അല്ലെങ്കിൽ ആ ദുർബല മനുഷ്യന് ഈ സമൂഹത്തിൽ യാതൊരു വിലയും ഉണ്ടാവില്ല. അതാണ് ഇവിടെ കവി അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കായി ഏക്കിലുള്ള പാഠഭാഗങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് ബണ്ടിയാണ്, ഒരു കൊച്ചുകുട്ടിയുടെ കഥ. അതിൻ്റെ മലയാളം ആവിഷ്കാരം കൂടെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഹിന്ദിയും മലയാളവും ആശയമൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക. ഈ പാഠഭാഗത്ത് അതായത് നമ്മുടെ ഈ കവിതയിൽ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന നമ്മുടെ ഈ കവിതയിൽ ഇനി പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരാനില്ല. പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ 2 പാർട്ടിലായി ഇട്ടിരിക്കുന്ന വീഡിയോസ് കാണുക. ഇത് 3-ാം പാർട്ടാണ് അതിന് വേണ്ടിയുള്ളത്. അപ്പോൾ ബണ്ടി എന്ന് പറയുന്ന നമ്മുടെ പാഠഭാഗത്തിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് അർത്ഥം, ചോദ്യോത്തരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തരാൻ വേണ്ടിയില്ല. അതൊരു അധിക വായനയ്ക്കുള്ള പാഠമായതുകൊണ്ട് തന്നെ ആ കഥയെ നന്നായി മനസ്സിലാക്കുക. ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും കഥയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മുഖത്ത് ചായയൊക്കെ തേച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പോകുന്ന അമ്മയെ കാണുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ചിന്തകൾ, അതാണ് ബണ്ടി എന്ന് പറയുന്ന പാഠഭാഗത്തുള്ളത്. ഞാൻ ഇതും കൂടെ ഉൾപ്പെടുത്തി പറയുന്നത് നമ്മുടെ ഇക്കായി ഏക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയോട് കൂടി തീരുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് ഇക്കായി ദോയിൽ ആണ് കാണേണ്ടത്. എം കലാം കെ ബഹാനെ എന്ന് പറയുന്ന മിഹിർ പാണ്ഡെയുടെ പുതിയ പാഠഭാഗമായിട്ടാണ് ഇനി അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ടീച്ചർ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എല്ലാ പാഠഭാഗത്തെയും കൃത്യമായി വായിക്കുക, ദിവസവും വായിക്കുക. വായന നമുക്ക് അറിവ് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നമ്മുടെ ഓരോ ദിവസത്തെയും വായനയിലൂടെ നമുക്ക് അറിവും ബുദ്ധിയും വർദ്ധിക്കുക എന്നതൊഴിച്ചാൽ ഒരാൾ പോലും വായനയിലൂടെ ഒന്നും നേടാതെ പോയിട്ടില്ല. നേടിയ ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ പാഠഭാഗത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊന്ന് ഒരു ശ്രമം നടത്തണം. കാരണം ഇത് പൂർണ്ണമായും വിദ്യാഭ്യാസപരമായ ഒരു ചാനലാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോസും ചെയ്തിരിക്കുന്നത്. അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്തതായിട്ടുണ്ട് എങ്കിൽ ദയവായി എന്നെ അറിയിക്കുക, കമൻ്റായി പറയുക. അപ്പോൾ ഓരോ ഭാഗവും നന്നായി കേൾക്കുക, ഓരോ വീഡിയോസും കൃത്യമായി കേൾക്കുക. അറിയാത്ത ഭാഗങ്ങളെ അടിവരയിട്ട് വെക്കുക. അറിയുന്നത് നിങ്ങൾ കൂടുതൽ തവണ വായിച്ചു നോക്കുക. ഓരോ പാഠവും വായിക്കുന്നതിലൂടെ, അതായത് ഹിന്ദി മാത്രമല്ല, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഏത് വിഷയമായാലും കൂടുതൽ തവണ വായിക്കുക. ഓരോ പാഠഭാഗവും നമുക്ക് വായനയിലൂടെ നേടിത്തരുന്നത് കൂടുതൽ അറിവ് മാത്രമാണ് എന്ന് നിങ്ങളെ ഓരോ തവണ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ കായി ഏക്ക് എന്ന് പറയുന്ന നമ്മുടെ 1ാമത്തെ യൂണിറ്റ് അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ 1ാമത്തെ യൂണിറ്റിലുള്ള 4 പാഠങ്ങളും ബീർബഹൂട്ടി, हताशा से एक व्यक्ति बैठ गया था, टूटा पहिया, ബണ്ടി, ഈ 4 ഭാഗങ്ങളും കൃത്യമായി വായിക്കുക. അത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇക്കായി ദോയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഐ ആം കലാം കെ ബഹാനെ എന്ന് പറയുന്ന ഒരു ഫിൽമി ലേഖാണ്.
അപ്പോൾ അതുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിൽ നമുക്ക് ഇക്കായി ദോയിൽ നമുക്ക് 3 ഭാഗമാണ് ഉള്ളത്.